ഹലോ ഫ്രണ്ട്സ്, അഭിഷേക് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു ഹൊറർ ത്രില്ലർ സ്റ്റോറിയുമായിട്ടാണ്. ഗസഹേൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടുതൽ കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തുമല്ലോ. ബെറ്റർ സൗണ്ട് എഫക്ട്സിനായി ഹിയർ സെറ്റ്സ് ഉപയോഗിക്കുക. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഒരു ഉൾക്കാട്ടിൽ നിന്നുമാണ്. ഒരമ്മയും കുഞ്ഞും ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകുന്നു. കാട്ടിലൂടെ നടന്ന് ആ അമ്മ ആ കുഞ്ഞിനെ കാട്ടിനുള്ളിലെ ഒരു വലിയ പൊട്ടക്കിണറ്റിൽ കളയുന്നു. അതിനുശേഷം ആ അമ്മയും പൊട്ടക്കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു. അപ്പോൾ പൊട്ടക്കിണറ്റിനുള്ളിലെ ആഴത്തിലെ ഇരുട്ടിൽ നിന്നും 100-ലധികം ആളുകളുടെ കരച്ചിൽ കേൾക്കുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ പന്ത് തട്ടി കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് കണ്ട ഒരു പൂമ്പാറ്റയുടെ പിറകെ പോകുന്നു. ആ പൂമ്പാറ്റ ഒരു കാട്ടിനുള്ളിലേക്കായിരുന്നു പോയത്. ആ കൊച്ചുകുട്ടിയും പൂമ്പാറ്റയുടെ പിറകെ കാട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് അവിടെ ഒരു വലിയ ഭീകര ഇരുട്ടുറച്ച കുഴി കാണാൻ കഴിഞ്ഞു. പൂമ്പാറ്റ ആ കുഴിയിലേക്ക് പോയി. ആ കുട്ടി ആ വലിയ കുഴിയുടെ അടുത്ത് വന്നു നിന്നു. ആ പൂമ്പാറ്റ ഇതാ കുഴിയിൽ നിന്നും പൊങ്ങി വരുന്നു. അവൻ കുഴിയിലേക്ക് കൈ നീട്ടി. പെട്ടെന്നൊരു കല്ലിൽ തട്ടി ആ കൊച്ചുകുട്ടി കിണറ്റിൽ വീഴുന്നു. അപ്പോഴിതാ ആ ഭീകര കുഴിയിൽ നിന്നും ആ പൂമ്പാറ്റ ആകാശത്തേക്ക് പറന്നുയർന്നു. സത്യത്തിൽ അതൊരു കുഴിയല്ല, ഒരു പൊട്ടക്കിണറായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷം ഒരാത്മഹത്യാ കേസിൻ്റെ അന്വേഷണത്തെ തുടർന്ന് 2 പോലീസുകാർ നമ്മുടെ കഥ നടക്കുന്ന സ്ഥലമായ കോരക്കടവിലെത്തി. നടന്നതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് സംശയിച്ചായിരുന്നു കോരക്കടവിലേക്ക് പോലീസുകാർ അന്വേഷണത്തിനെത്തിയത്. കോരക്കടവിലെ മികച്ച അന്വേഷണത്തിൽ പോലീസ് സംശയപൂർവ്വം ഒരുവനെ പിടികൂടി. അവനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പുതിയൊരു കുറ്റാന്വേഷകൻ ആത്മഹത്യാ കേസ് അന്വേഷിക്കാൻ ചാർജ് എടുത്തു. ആളൊരു സൈക്കോളജിസ്റ്റാണ്. വൃത്തിയായി മുടി ചീകി ഒതുക്കി, ആവശ്യത്തിന് ഉയരവും, കണ്ണിലൊരു വട്ടത്തിലെ കണ്ണടയും, കഴുത്തിൽ ഒരു കൊന്തമാലയും, വൃത്തിയായി കേസ് അന്വേഷിക്കാൻ സമർത്ഥമായ ബുദ്ധിയും എല്ലാം കൂടിച്ചേർന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കഥാനായകനും കൂടിയായ ഈ കുറ്റാന്വേഷകൻ. ഏതൊരു കേസ് മുൻപിൽ വന്നാലും അതിനെക്കുറിച്ച് നന്നായി പഠിച്ചെടുത്ത് മനസ്സിലാക്കിയാണ് ഒരു കേസിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കേണ്ടത്. നമ്മുടെ കഥാനായകനായ കുറ്റാന്വേഷകൻ എപ്പോഴും ധരിക്കാറുള്ളത് കോട്ട് പോലുള്ള വസ്ത്രങ്ങളാണ്. ആത്മഹത്യാ കേസിനെ തുടർന്ന് സംശയപൂർവ്വം പിടിച്ച പോലീസ് കസ്റ്റഡിയിലെ പ്രതിയോട് പോലീസുകാർ പറഞ്ഞു, മര്യാദയ്ക്ക് സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. പുതിയതായി ഒരു കുറ്റാന്വേഷകൻ ചാർജ് എടുത്തിട്ടുണ്ട്. ആളൊരു സൈക്കോളജിസ്റ്റാണ്, ഡോക്ടർ പോൾ പാർക്കർ. നിന്നെയൊക്കെ കൊണ്ട് സത്യങ്ങൾ മണിമണി പോലെ പറയിപ്പിക്കും. ഉടൻ തന്നെ കസ്റ്റഡിയിലെ പ്രതിയുടെ അരികിലേക്ക് നമ്മുടെ കഥാനായകൻ ഡോക്ടർ പോൾ പാർക്കർ നടന്നു നീങ്ങി. പ്രതിയുടെ തൊട്ടടുത്ത് കസേരയിൽ ഇരുന്ന പ്രതിയുടെ കണ്ണുകൾ നോക്കി എന്തോ പഠിച്ചെടുക്കുകയാണ് പോൾ പാർക്കർ. ഇത് കണ്ട് എന്തോ വെപ്രാളത്തെ അയാൾ പോൾ പാർക്കറിനോട് പറഞ്ഞു, സാർ, അയാൾ ആത്മഹത്യ ചെയ്തതല്ല, ഞാൻ കൊന്നു കെട്ടിത്തൂക്കിയതാ. പ്രതി കുറ്റം ഏറ്റു പറഞ്ഞു. കുറ്റം ചെയ്ത പ്രതി ഒന്നുകൂടി പോൾ പാർക്കറിനോട് പറഞ്ഞു, സാർ, ഒരാളെ കൂടി ഞാൻ കൊന്നിട്ടുണ്ട്, കുഴിച്ചിടുകയും ചെയ്തു. എവിടെ കുഴിച്ചിട്ടു? പോൾ പാർക്കർ ചോദിച്ചു. മരതക വനത്തിൽ. ഉടൻ തന്നെ ഡോക്ടർ പോൾ പാർക്കർ കുറെ പോലീസുകാരുമായി മരതക വനത്തിൽ കയറി. ഒപ്പമുള്ള പ്രതിയോട് പോൾ പാർക്കർ ചോദിച്ചു, ഈ വനത്തിൽ എവിടെയാ കുഴിച്ചിട്ടത്? പ്രതി വനത്തിലെ ഒരു പ്രദേശം ചൂണ്ടിക്കാട്ടി. പോലീസുകാർ 2 പേർ ഒരു തൂമ്പ കൊണ്ട് അവിടം കിളച്ചു നോക്കി. കിളയ്ക്കും തോറും ദുർഗന്ധം വരുന്നു. ഒടുവിൽ ഒരു മനുഷ്യ അസ്ഥികൂടം
കുഴിച്ചു കണ്ടെത്തി. പോലീസുകാർ ദുർഗന്ധം കാരണം മൂക്കുപൊത്തി. പെട്ടെന്ന് തന്നെ പോൾ പാർക്കർ ദൂരെ ഒരു പൊട്ടക്കിണർ കണ്ടു. അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പാർക്കറിന് മനസ്സിലായി അത് തടിക്കമ്പുകൾ കൊണ്ട് അടച്ചു മൂടിയിരിക്കുകയാണെന്ന്. എന്തിനാണോ ഈ കിണർ അടച്ചു മൂടിയിരിക്കുന്നത്? സംശയപൂർവം പോൾ പാർക്കർ പോലീസുകാരനായ അനിരുദ്ധിനോട് ചോദിച്ചു. അയ്യോ സാറേ, അതൊരു നശൂലം പിടിച്ച കിണറാ. ഇതിനെ തുടർന്നൊരു കേസുണ്ടായിരുന്നു. ആർക്കും ഈ കിണറ്റിനെ പറ്റി ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നീട് കിണറിനെ തുടർന്നുള്ള ആ കേസ് ഫയൽ ഞങ്ങളങ്ങ് ക്ലോസ് ചെയ്തു. ഡോക്ടർ പോൾ പാർക്കർ വേഗം തൻ്റെ കയ്യിലെ ഫോൺ എടുത്ത് ആ പൊട്ടക്കിണറിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അന്ന് രാത്രിയിൽ കിടന്നിട്ടും പോൾ പാർക്കറിന് ഉറക്കം വന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ മനസ്സിൽ ആ കിണറിൻ്റെ ചിത്രമാണ് വരുന്നത്. കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഡോക്ടർ പോൾ പാർക്കർ തൻ്റെ ഫോൺ എടുത്ത് താൻ വനത്തിൽ വെച്ചെടുത്ത ആ പൊട്ടക്കിണറിൻ്റെ ഫോട്ടോയൊന്ന് നോക്കി. ഒരു കുറ്റാന്വേഷകൻ്റെ ചിന്താഗതിയിൽ പെട്ടെന്ന് പോൾ പാർക്കറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. എത്ര ശ്രമിച്ചിട്ടും ഫോൺ ഓണാവുന്നില്ല. പോൾ പാർക്കറിൻ്റെ മനസ്സിൽ ഉടലെടുത്ത നിഗൂഢമായ സംശയങ്ങളുടെ തുടക്കമായിരുന്നു അത്. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ഡോക്ടർ പോൾ പാർക്കർ തൻ്റെ കോട്ടുകുപ്പായമിട്ട് ഒരുങ്ങി നിന്നുകൊണ്ട് പോലീസുകാരൻ അനിരുദ്ധിനെ ഫോൺ ചെയ്തു. ഹലോ അനിരുദ്ധ്, ഇന്ന് തന്നെ ആ പൊട്ടക്കിണറിൻ്റെ ക്ലോസ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യണം. ഇന്ന് തന്നെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കോൾ കട്ടാക്കി. ഒരു കുറ്റാന്വേഷകൻ്റെ പുതുവേഷത്തിൽ എന്തിനേയും നേരിടാനുള്ള കരുത്തുമായി നമ്മുടെ പോൾ പാർക്കർ പൊട്ടക്കിണറിൻ്റെ കേസ് ഏറ്റെടുത്തു. അന്നുച്ചയ്ക്ക് പോൾ പാർക്കറിൻ്റെ നിർദ്ദേശമനുസരിച്ച് അനിരുദ്ധ് അടക്കമുള്ള 5 മറ്റ് പോലീസുകാരും ചേർന്ന് മൂടിയിട്ടിരുന്ന ആ പൊട്ടക്കിണർ തല്ലി തുറന്നു. അയാൾ തല്ലി തുറന്ന കിണറ്റിനുള്ളിലേക്ക് എത്തി നോക്കി. മുഴുവൻ ഇരുട്ടായിരുന്നു. കിണറ്റിനുള്ളിലെ ഇരുട്ടിൽ നിന്നും 1000-ലധികം ആളുകളുടെ കരച്ചിൽ ശബ്ദം പോൾ പാർക്കർ മാത്രം കേൾക്കാമായിരുന്നു. മൂടിയിട്ടിരുന്ന പൊട്ടക്കിണർ തുറന്ന വാർത്ത മാധ്യമങ്ങളും പത്രക്കാരും വാർത്തയായി വായിച്ചു. ഇതിനെ തുടർന്ന് മാധ്യമങ്ങൾ പോൾ പാർക്കറിന് മുൻപിൽ കുറെ ചോദ്യങ്ങളുമായി എത്തി. അതിനെല്ലാം കൂടി പോൾ പാർക്കർ കൊടുത്ത ഉത്തരം ഒന്നായിരുന്നു. പൊട്ടക്കിണറിൻ്റെ കേസ് ഓപ്പൺ ചെയ്തത് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ്. മൂടിയിട്ട ഈ കിണർ തല്ലി തുറന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അങ്ങനെ അന്ന് രാത്രി പാർക്കർ ഉറങ്ങാൻ കിടന്നപ്പോൾ വീടിൻ്റെ കോളിംഗ് ബെൽ ആരോ അടിച്ചു. ആരാണ് അർദ്ധരാത്രിയിൽ? പോൾ പാർക്കർ വീടിൻ്റെ വാതിൽ തുറന്നു. പുറത്തൊരു വൃദ്ധയായ വല്യമ്മയായിരുന്നു. അവരെ കണ്ട് പാർക്കർ ചോദിച്ചു, ആരാ നിങ്ങൾ? മോനെ, ഇത്തിരി വെള്ളം തരുമോ? പാർക്കർ അവരെ രൂക്ഷമായി നോക്കിയ ശേഷം ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളമെടുത്ത് വീടിന് വെളിയിൽ നിന്ന വല്യമ്മയ്ക്ക് കൊടുക്കാൻ ചെന്നു. പക്ഷേ അവിടെ ആ വല്യമ്മ ഉണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് ഇവർ എവിടെ പോയി? പോൾ പാർക്കർ വീടിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പിറകിൽ ആ വല്യമ്മ നിൽക്കുന്നു. മോൻ, ആ മൂടിയിട്ടിരുന്ന കിണർ തുറന്നല്ലേ? നല്ല കാര്യം. ഇത്രയും പറഞ്ഞ ശേഷം ആ വൃദ്ധയായ വല്യമ്മ എങ്ങോട്ടോ മാഞ്ഞുപോയി. പെട്ടെന്ന് പാർക്കർ ഞെട്ടി ഉണർന്നു. ഓ, സ്വപ്നമായിരുന്നു. കണ്ണു തുറന്ന് പോൾ പാർക്കർ ഓർത്തു. അയാൾ വിയർത്ത് കുളിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം പാർക്കർ കിണറ്റിനുള്ളിൽ എന്താണെന്ന് തപ്പാൻ തീരുമാനിച്ചു. കിണറിന് അടിവശത്ത് നിന്നും ഖനനം ചെയ്ത് 3 മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു. തുടർന്നുള്ള പരിശോധനയിൽ ഒരസ്ഥികൂടം ഒരമ്മയുടെയും മറ്റൊന്നൊരു കൈക്കുഞ്ഞിൻ്റെയും മൂന്നാമതൊരു കൊച്ചുകുട്ടിയുടെയും ആണെന്ന് മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരച്ഛനും അമ്മയും പോൾ പാർക്കറിനെ കാണാനെത്തി. അവരുടെ മകനെ 6 മാസങ്ങൾക്ക് മുൻപ് കാണുവാനില്ല എന്നും 6 മാസങ്ങൾക്ക് മുമ്പ് വീട്ടുമുറ്റത്ത് പന്ത് തട്ടി കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കുറച്ചു കഴിഞ്ഞ് കാണാതാവുകയായിരുന്നു. 6 മാസമായി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി
കയറി ഇറങ്ങിയിട്ടും ആരും അന്വേഷിച്ചിട്ടില്ല. ഇത് കേട്ട് പോൾ പാർക്കർ പറഞ്ഞു, നമുക്ക് അന്വേഷിക്കാം. പാർക്കറിനറിയാം, ചിലപ്പോൾ കിണറിൽ നിന്ന് കിട്ടിയ അസ്ഥികൂടം ആ കാണാതെ പോയ കുട്ടിയുടേതാവാം. പക്ഷേ പാർക്കർ ആ മാതാപിതാക്കളോട് അത് പറഞ്ഞില്ല. ഒരു തവണ പാർക്കർ അനിരുദ്ധിനോട് പറഞ്ഞു, ദിസ് കേസ് ഈസ് ഡിഫിക്കൽട്ട് ഫ്രം ആൾ കേസ്. പാർക്കറിൻ്റെ അന്വേഷണം എവിടെ വരെ എത്തും? കിണറ്റിൽ നിന്നും എന്തൊക്കെ ഇനി അയാൾ കണ്ടെത്തും? ഈ വീഡിയോയുടെ ബാക്കിയായി ഗസഹേലിൻ്റെ പുതിയ എപ്പിസോഡുമായി ഞാൻ വരും വരേക്കും എല്ലാവർക്കും ശുഭം.